കേറിക്കോ. ജെയിംസേ, ഒന്ന് ഹെൽപ്പ് ചെയ്യേ. എന്റെ കുട്ടിയുടെ കാല് നീ വെട്ടിയല്ലേ? ഒരു കാലല്ല വെട്ടിയുള്ളൂ, മറ്റേ കാലല്ലേ?
എന്താടോ ഇതൊക്കെ? ഇന്റർനാഷണൽ എയർപോർട്ട് കള്ളക്കടത്തുകാരുടെ വിഹാരരംഗമാവുന്നു. ആഹാ, എന്നല്ലേ ഹെഡ്ലൈൻ. സത്യം പറയാമല്ലോ, എനിക്ക് ഇവനോട്, ഈ അലക്സാണ്ടറോട് ബഹുമാനം തോന്നുന്നു. അവിടെ നമ്മുടെ പോലീസും കസ്റ്റംസും നോക്കി നിൽക്കുമ്പോ അവനവന്റെ സാധനമായിട്ട് പോയില്ലേ? അവനും ജനങ്ങൾക്കും പത്രങ്ങൾക്കും ഹീറോ. ഇതാണോടോ താനവിടെ ബോംബെ ചെയ്തു എന്ന് പറയുന്ന വീരസാഹസ കൃത്യങ്ങൾ? പോലീസ് അവരെ ഫോളോ ചെയ്തതാണ്. എന്നിട്ട് എന്തായി? അണ്ടിപോയ അണ്ണാനെ പോലെ അവസാനം തിരിച്ചു വന്നു. അതെ, കാരണം കള്ളക്കടത്തുകാരന് അവന്റെ ജീവനും കയ്യിലിരിക്കുന്ന പെട്ടിയും മാത്രമാണ് പ്രധാനം. പക്ഷേ പിന്നിൽ അവനെ പിടിക്കാൻ പായുന്ന ജാംബവാന്റെ കാലം പഴക്കമുള്ള പോലീസ് ജീപ്പിന്റെ മുമ്പിലെടുത്ത് ചാടി വീണാൽ, അവനെ ഒന്ന് ഇടിച്ചാൽ, ഇതേ പത്രത്തിൽ ഇതുപോലെ അടിച്ചു വരും, നഗരത്തിൽ പോലീസുകാരുടെ അഴിഞ്ഞാട്ടം. അപ്പോഴും നിങ്ങളെന്നെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് ഇതേ വികാരത്തോടെ, ഇതേ ഭാഷയിൽ തന്നെയായിരിക്കും. അത് കാക്കിയിടുന്ന പോലീസുകാരന്റെ തലയിലെഴുത്ത്. പക്ഷേ ഈ ബാലകൃഷ്ണൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ യൂണിഫോം ഊരി വയ്ക്കുന്നതിന് മുമ്പ് അലക്സാണ്ടറുടെയും അവന്റെ കംപ്ലീറ്റ് ഗ്യാങ്ങിന്റെയും അടിവേര് വരെ പിഴുതെറിഞ്ഞിരിക്കും. ക്രിമിനൽ കേസിലും റോഡ് ആക്സിഡന്റിലും പെട്ടവരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ സാറേ, അയാൾ അതിന് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ അറിയാം. പറയടാ, ആരാ നിന്റെ കാല് മുറിച്ചത്? ആർക്ക് വേണ്ടിയാ നീ ചെയ്തത്? പറയടാ. ആ വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ അലക്സാണ്ടറുടേതല്ലേ? അറിയില്ല. പറയുന്നതാണ് നിനക്ക് നല്ലത്. ആ സാധനങ്ങൾ അലക്സാണ്ടറുടേതല്ലേ? എനിക്കറിയില്ല. നിയമപരമായിട്ട് ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല. ജെയിംസ് എയർപോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അറിഞ്ഞാൽ ആദ്യം കേസ് വരുന്ന ഹോസ്പിറ്റലിന് നേരെയായിരിക്കും. ക്രിമിനൽ കേസിൽ പെട്ട ആളെ അഡ്മിറ്റ് ചെയ്തതിന് ഹോസ്പിറ്റൽ നമ്മുടേതാണെന്ന് കൂടി തെളിഞ്ഞാൽ ജെയിംസിന്റെ മരണം ഉൾപ്പെടെ എല്ലാ സംഭവത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോ എങ്ങനെ റിയാക്ട് ചെയ്താലും അതെല്ലാം നമുക്കെതിരായിട്ടുള്ള തെളിവുകളായിട്ട് മാറും. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ വി ഫോർഗെറ്റ് ദാറ്റ്. നോ, പണം നഷ്ടപ്പെട്ടോട്ടെ, ഈ കാണുന്നതെല്ലാം പോയിക്കോട്ടെ, സാരമില്ല. പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ടെൽ മീ, ആരാണ് ജെയിംസിനെ കൊന്നത്? IG.
വേണ്ട. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എന്തുകൊണ്ടാണ് അയാളെ കൊല്ലാൻ വിട്ടത്? വെറുതെ. വെറുതെയോ? എല്ലാം പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് കാറിനടി ബോംബ് വെച്ചിട്ട് വെറുതെ വിട്ടെന്നോ? എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണ്ട. വേണ്ട. പക്ഷെ നാളെ കംപ്ലീറ്റ് റെയ്ഡാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരം വെളുക്കണ്ട, അതിനു മുമ്പ് അവരെത്തും. പോലീസിനെ കൊണ്ട് ആ IG. വരട്ടെ. Search! Give it up. Stop there. Go and stand where you were. റെയ്ഡ് കഴിയുന്നതുവരെ ആരും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങരുത്. ജെയിംസ്. സർ. Sir, what do you want? Sorry for the disturbances. If you feel sorry, then why you disturb us? I am doing my duty, Mr. Alexander. Sir, ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയാലും ഒരു കള്ളക്കടത്ത് സാധനമോ ഒരു കള്ളക്കണക്കോ കിട്ടാൻ പോകുന്നില്ല. ഈ പാവങ്ങളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. അവരെ എന്ത് ഉപദ്രവിച്ചാലും കൊന്നാൽ പോലും അവരൊന്നും പറയില്ല. അത് സാറ് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. ഇറ്റ്സ് ഓൺലി റിക്വസ്റ്റ്. Please don't interfere when we are doing our duty. Then you do your duty. അല്ല ലക്ഷ്മി, ഇനി ആണെങ്കിൽ തന്നെ അവനൊന്നും എന്റെ വിനുവല്ല, അലക്സാണ്ടറാണ്. ബേസിക്കലി ക്രിമിനലായ ഒരു കള്ളക്കടത്തുകാരൻ. IG ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരാളുമായി ബന്ധം പാടില്ല. നീ അവിടെ പോകാനോ അവനെ കാണാനോ പാടില്ല. ദാറ്റ് വിൽ അഫക്ട് മൈ റെപ്യൂട്ടേഷൻ. അപ്പൊ എന്നെക്കാളും എന്റെ ദുഃഖത്തെക്കാളും എന്റെ കണ്ണീരെക്കാളും വലുതാണോ ബാലേട്ടന്റെ റെപ്യൂട്ടേഷൻ? അതെ, നിന്റെ ഈ അലക്സാണ്ടറെ പിടിക്കാനാണ്, അവനെയും അവന്റെ സാമ്രാജ്യത്തെയും തകർക്കാനാണ് ഗവൺമെന്റ് എന്നെ ഇങ്ങോട്ട് അയച്ചത്.
നാളെ അവൻ എൻ്റെ ഭാര്യയുടെ സീമന്തപുത്രനാണെന്ന് അറിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് എൻ്റെ മേലുള്ള വിശ്വാസമായിരിക്കും. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ എന്നോളം നേടിയ മാന്യതയും പദവിയും എല്ലാം. മാത്രമല്ല നമ്മുടെ മകളുടെ ഭാവി. അതെല്ലാം കളഞ്ഞു ഒളിച്ചിട്ട് നിനക്ക് അലക്സാണ്ടർ വേണോ? പറയൂ ലക്ഷ്മി. ഞാൻ എൻ്റെ ജോലി രാജിവെക്കാം. നിന്നെ അവൻ്റെ അടുത്താക്കിയിട്ട് മോളെയും കൂട്ടി പൊയ്ക്കോളാം. കാരണം അവൾക്ക് അങ്ങനെ ഒരു ബ്രദർ ഉണ്ടാകാൻ പാടില്ല. അവളുടെ അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു പുത്രനുണ്ടായതായി ഈ ലോകം അറിയാൻ പാടില്ല. നാമായിട്ട് അവളുടെ ഭാവി നശിപ്പിച്ചുകൂടെ? ഞാൻ അവളെ കൊണ്ട് പൊയ്ക്കോളാം. താങ്ക്സ് അനിൽ. ആഫ്റ്റർ ഓൾ ഓൺലി വൺ താങ്ക്സ്. ഹലോ. അച്ഛൻ നല്ല പണിയാ കാണിച്ചത്. കാറും വെയിറ്റ് ചെയ്ത് എത്ര നേരം വഴിയിൽ നിൽക്കുക? ഓരോരോ പ്രശ്നങ്ങൾക്കിടയിൽ മറന്നുപോയി മോളെ. ഓ, വലിയ പ്രശ്നങ്ങള്. മനസ്സിലായില്ല? മിസ്റ്റർ അനിൽ എന്റെ ക്ലാസ്മേറ്റാ. ഇങ്ങേരുടെ സന്മനസ് കൊണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങെത്തി. താങ്ക് യു അനിൽ. ഹലോ, അകത്തേക്ക് വരൂ. ലേറ്റായി, പിന്നീട് എടുക്ക വരാം. എക്സ്ക്യൂസ് മീ.